മോദി നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. ബാലാക്കോട്ടല്ല, ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. അത് വലിയൊരു ടെസ്റ്റ്, ആസിഡ് ടെസ്റ്റ് തന്നെയായിരുന്നു ഇന്ത്യക്ക്. എന്താ യഥാർത്ഥത്തിലുണ്ടായെന്നുള്ള സംഭവം എല്ലാവർക്കും അറിയാം. കാരണം അത് പുറത്ത് പറയാൻ ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് അത് പല ആൾക്കാർക്ക് പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത്, ആർക്കാണ് അടി കിട്ടിയത്, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ തുഴഞ്ഞു കയറി മുന്നോട്ട് പോയത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടിടത്തോളം മോദിയുടെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിഷ്മ, ഒരു വലിയ പേഴ്സണാലിറ്റിയാണ് മോദി. അതായത് ഗ്ലോബലായിട്ടൊരു ഗ്ലോബൽ ലീഡറായിട്ട് അങ്ങ് കയറി വന്നു. പക്ഷെ മൂന്നാമത്തെ ടൈം ഈ സംഭവത്തിന് ശേഷം ഈ ഗ്രാഫ് താഴെ 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 ഗ്ലോബലി ഇൻ്റർനാഷണലി ആ ഗ്രാഫ് താഴോട്ടങ്ങ് പോയി. അത് ഇന്ത്യയുടെ എക്കോണമിയും ബാധിച്ചു, ശരിക്കും ബാധിച്ചു. അതുകൊണ്ടാണ് ഈ കടന്ന 4ാം സ്ഥാനത്ത് നിന്ന ഗ്ലോബൽ GDP അതിപ്പോൾ 6ാം സ്ഥാനത്ത് കയറി വന്നത്. അതിൻ്റെ കാര്യമൊക്കെ തന്നെയാണ്. എവിടെയാണ് മോദിക്ക് ഈ ഓവർ കോൺഫിഡൻസ് ഇത്രമാത്രം കയ്യിൽ നിന്നും പോയത്? ഓവർ കോൺഫിഡൻസ് ആണ്. മനസ്സിലാക്കുക, പാർലമെന്റിൽ ഉണ്ടായത് മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. ഒരു തോറ്റ മോദിയായി പോയി. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഈ പറയുന്ന 2023 ആ സംഭവം കൊണ്ടുവന്ന് അത് ലാപ്സാക്കി കളഞ്ഞു. അതങ്ങ് മുന്നോട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് മോദിയെ ട്രാപ്പ് ചെയ്തതാണത് ഈ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട്. ഡീലിമിറ്റേഷൻ ഇതുമായിട്ട് ക്ലബ് ചെയ്തതാണ് മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി. ഈ വുമൻസ് ബില്ല് 2023 പാസ്സാക്കിയപ്പോൾ തന്നെ ഈ BJPക്കകത്തും കോൺഗ്രസിനകത്തും വലിയ പ്രശ്നമായി. കാരണം ഇവർക്കൊക്കെ, ഞാൻ നേരത്തെ ആ വീഡിയോ പറഞ്ഞു, ഇവർക്കൊക്കെ പിന്നെ മത്സരിക്കാൻ സാധിക്കത്തില്ല. ഈ 33% ഇന്ത്യൻ മെൻറ്റാലിറ്റി, ആണുങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ അവർ സ്ത്രീകളെ ഒന്നും അംഗീകരിച്ചു കൊടുക്കത്തൊന്നുമില്ല. പൊളിറ്റിക്കൽ പവർ ഇല്ലാതാകുന്നു പുരുഷന്മാർ. വലിയ ഇഷ്യൂ തന്നെയാണ്. അത് ഏറ്റവും കൂടുതലുള്ള BJPക്കകത്താണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അതിനു വേണ്ടിയാണ് ഡീലിമിറ്റേഷൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ BJPയുടെ ആഗ്രഹം ഒരു കാരണവശാലും പവറിൽ നിന്നും പോകരുത്. അതിനുവേണ്ടി ഡീലിമിറ്റേഷൻ്റെ അകത്ത് ആലോചിച്ച് നോക്കുക. UPയിൽ 120 സീറ്റ് അങ്ങ് കൂടുന്നു. സൗത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ ക്രമങ്ങൾ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല. ഒന്നും എഴുതിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതെല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ.